मैं तुमसे प्यार करता हूँ. നീ വരില്ല. അർത്ഥം അറിയോ? അറിയാലോ, ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. ഹലോ, ആ ദൂരദർശൻ കേന്ദ്ര. അതെ, ശ്യാമ മേഘമേ വാ യദുകുല. അതെ രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. ഞാൻ നിന്റെ തൊണ്ടയാടാ, തൊണ്ട. അയ്യോ, ഒരാളുടെ തൊണ്ടയ്ക്കാണ് എന്തൊരു ആശ്വാസം. Eastern Katrumba, Kurthakeda Unlimited, co-powered by Sumix Kidswear and Odysseus, Classmates Shoes and Backpacks. ഇനി നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആവാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മുടെ ഷോ വളരെ ഹിറ്റായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എപ്പിസോഡ്സും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും എപ്പിസോഡ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി യൂട്യൂബിൽ പോയിട്ട് ഫ്ലവേഴ്സിൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിൽ പോയിട്ട് യു ക്യാൻ വാച്ച് ഓൾ ദി എപ്പിസോഡ്സ് ഓൺ യൂട്യൂബ്. ഇനി ശ്വേത ചേച്ചി യൂട്യൂബിൽ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനായിട്ട് ശ്വേത ചേച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ശ്വേത മേനൻ ഓൺ ടു ദി ഷോ. വെൽക്കം ശ്വേത മേനൻ, വെൽക്കം ടു ദി ഷോ. ഐ ആം സോ ഹാപ്പി. എന്താണ് ഹാപ്പിനെസിന്റെ കാരണം? പലരും ചോദിക്കും എങ്ങനെയാണ് ശ്വേത ചേച്ചി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണേന്ന്. അപ്പൊ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ഹാപ്പിനെസ്? ചിലപ്പോൾ നല്ല കട്ടുറുമ്പാണോ? യുനോ സീരിയസ്ലി മീൻസ് ഞാൻ യുനോ നമ്മളൊരു യുനോ വാട്ട് ഐ ആം സേയിങ്, നമ്മൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ ഇവരുടെ ഈ അഭിനയമല്ല അവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. സോ അത് കട്ടുറുമ്പിന്റെ ഡയറക്ടർ ഇതൊക്കെ പറയാൻ പറഞ്ഞതല്ലേ? അല്ല, യൂട്യൂബിലെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നില്ലേ, സൂപ്പർ കമന്റ്സ് ആണ്. ചില സമയത്ത് ചില ആൾക്കാർ കുറച്ച് അവരെ ഞാൻ മൈൻഡേ ചെയ്യില്ല. യുനോ ഞാൻ പറയണത് ഒരു കുട്ടികളുടെ ഷോ കാണുമ്പോ അവർക്ക് എങ്ങനെയാണ് അങ്ങനെ എഴുതാൻ തോന്നുന്നത്? അതെന്താണെന്നറിയോ? എല്ലാ മെന്റൽ പേഷ്യൻസും മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നില്ല. ചില ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലും അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ കമന്റ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇനി ഇത് കേൾക്കുമ്പോ ആ പ്രാന്തന്മാർ ഇനി എഴുതും, പക്ഷെ അത് നമ്മൾ അവർക്ക് വേണ്ടി പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇരിക്കാം. സോ നമുക്കിന്ന് പ്രോഗ്രാമിലേക്ക് കടക്കാനുള്ള സമയമാണ്. ആദ്യം തന്നെ ഒരു സ്കിറ്റ് ആണ്. രാജാവ് നീനാൾ വാഴട്ടെ, രാജാവ് നീനാൾ വാഴട്ടെ, രാജാവ് നീർനാൾ പേലി. എന്താ രാജാവ് നീനാൾ വാഴട്ടെ 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 എന്ന് പറയണേ? അല്ല, രാജാവിന് അറ്റ്ലീസ്റ്റ് ഹൈറ്റേ ഇല്ല, നീനാൾ വാഴയെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. എക്സ്ക്യൂസ് മീ, എന്റെ തല വെട്ടാൻ മാത്രം താനായോ? അങ്ങനല്ല, പേടിക്ക് എടുക്കാനുള്ള ആഭരണങ്ങൾ കൊണ്ടുവരൂ, അതാണ്. അങ്ങനെ. ഹലോ ഹലോ ഹലോ, ഏത് കുന്ത്രാമണ്ഡത്തെ രാജാവാ? മണിയുടെ വാളും ഗോദണ്ഡബാണ റെട്ടി. എന്താ ഒന്നുകൂടി ഗോദണ്ഡബാണ റെട്ടി. ഏത് മണിയുടെ വാളും ഗോദണ്ഡബാണ റെട്ടി. എന്ത് ഗോ? ഇനി ഞാൻ പറയില്ല മോളെ. ആരാ ഈ പേരിട്ട്? ഈ പേരാരാ ഇട്ട്? എന്റെ മുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? പേരില്ല പാണറെട്ടി. അതെന്താ മുത്തച്ഛന്റെ പേരില്ലേ? ഇല്ലല്ല, വീട്ടിലൊരു പേരുണ്ടായില്ല, നാട്ടിൽ നല്ല പേരായിരുന്നു. അതുകൊണ്ട് വീട്ടിലാരും പേരിട്ടില്ല. രാജാവേ, നിങ്ങളുടെ കൊട്ടാരത്തിൽ എനിക്ക് വാഴിക്കാൻ പറ്റുമോ? വാഴ വെക്കാനൊന്നും എന്റെ കൊട്ടാരത്തിൽ പറ്റില്ല. പല ഏലോ കുരുമുളകൊക്കെ ആണെങ്കിൽ വെച്ചോ, പൈസ കിട്ടുന്ന കേസ്. അങ്ങനെയല്ല, താമസിക്കാൻ പറ്റുമോന്ന് ചോദിച്ചത്. എനിക്കെന്ത് താമസിക്കാൻ സ്ഥലമില്ല.
ഇയാൾക്ക് താമസിക്കാൻ സ്ഥലം അത് എന്ത് കുടിലാണ്? രാജാവായിട്ട് ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ നാണല്ലേ രാജാവേ? നാണക്കേട്. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ടേക്ക് ഇപ്പൊ എഴുന്നള്ളാൻ കാരണം എന്താണ്? ഇതല്ലേ ഞങ്ങളുടെ രാജകൊട്ടാരം. ഇവിടെയാണ് എന്റെ മുതുമുത്തച്ഛന്മാർ പയറ്റി തെളിഞ്ഞത്. അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് മാറി. എന്റെ കുഞ്ഞമ്മയുടെ മോളവിടെ. കുഞ്ഞമ്മേ കുഞ്ഞമ്മേ. എന്തീ പറയുന്നത്? ഞാനൊരു കാര്യം വേണ്ടി, ഇത് ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോ ആണ്. തനിക്ക് സ്ഥലം മാറി വന്നതാണെന്ന് എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? അടുത്ത മാസം 23-ാം തീയതി ഞങ്ങളുടെ അയൽ രാജ്യവുമായി ഞങ്ങൾക്കൊരു യുദ്ധമുണ്ട്. അപ്പൊ ഇവിടുന്ന് തേജസ് നയിക്കുന്ന അപ്പൊ ഒളിച്ചിരിക്കാൻ വന്നാണല്ലേ? അല്ലല്ല, ഒളിച്ചിരിക്കാൻ വന്നതല്ല. എനിക്ക് വേറൊരു ആവശ്യമുണ്ട്. പിന്നെന്താണ്? തേജസ് അണിനിരക്കുന്ന കട്ടുമ്പിന്റെ എല്ലാ കുട്ടികളും എന്റെ പടയാളികളാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യണം. എന്റെ അയൽ രാജ്യത്തിനെതിരെ യുദ്ധം. തേജസ് ഈ പാണ്ഡവനെ കൊണ്ടുപോയിക്കേ. അയ്യോടാ, നമ്മള് ഒരു യുദ്ധമുണ്ട്. അയ്യോടാ. നമ്മുടെ അയൽ രാജ്യമായിട്ടാണ് യുദ്ധം. This is Eastern Katrumbu, Kurthakeda Unlimited, co-powered by Sumix Kidswear and Odisea. Classmates shoes and backpacks. ഇനി അടുത്തതായിട്ട് ഒരു ഡബ് സ്മാഷ് ആണ്. ശ്യാമമേഘമേ നീ യതുകുല സ്നേഹദൂതുമായി വാ. പാട്ട് വാ വാ വരട്ടെ. ആ. അതായത് ഒരു ഫോൺ വിളി എന്ന് പറയുന്നത് ഇത്രയും രസകരമായ ഒരു ഫോൺ വിളി ലാലേട്ടൻ്റെത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരാളെ തെറി വിളിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി. എന്തായിരുന്നത്? ആത്മസംതൃപ്തി. അതാണ് നമ്മൾ ഈ സീനിലൂടെ കാണാൻ പോകുന്നത്. ലാലേട്ട, വി ലവ് യു. സോ ലെറ്റ്സ് വാച്ച് ദിസ് ബ്യൂട്ടിഫുൾ സീൻ ഫ്രം ദ മൂവി അധിപൻ. నిసగస 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 పా సగమగ 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 సా సనిప నిపమ సనిప నిపమ సనిగ సమగ పమ నిప సనిగ నిస పనస నిసగ సగమగ మప మపని పనస నిసగ స సగమప నిపమప സഗമപ നിപമപ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ. ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനസനി സഗ സഗമഗമപമപനി പനസനി സഗ സ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ. ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴൽവിളി അലനെയ്യും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? പനസനി സഗ സഗമഗമപമപനി പനസനി സഗ സ ശ്യാമമേഘമേനി. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അല്ല, സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇഷ്ടമല്ല. ഇതാര് പാടിയത്? രാധിക. ആര്? രാധിക പോരാ, അവളുടെ ശ്യാമമേഘം പോരാ. ഞാൻ കേട്ടാ ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണം. വേണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശ്യാമമേഘമേ നീ പ്രേമദൂതുമായി വരുമോ? ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ. ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ല, ഇത് നേരത്തെ പറഞ്ഞോളാ. ഓടാതാ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടിവിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമമേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ?
അതെ എനിക്ക് ഹലോ എനിക്ക് അഭിനന്ദനെ അറിയിക്കാന് അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. താൻ ആരുവാ? ഞാൻ ആരാന്നോ? ഇവിടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് തനിക്ക് കല്യാണം കഴിക്കാനാണോ? ആ കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇടയ്ക്ക് കെട്ടായപ്പോയെ കുറിച്ച് എന്ത് പറയുന്നു? താൻ ആരാ? ഞാൻ ആരാന്നോ? ഞാനോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദുരക്ഷങ്ങൽ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? താൻ ആരുവാ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാണോ? തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. ശ്യാമമേഘമേ നീ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്കൊരു ഭീകര ഡൗട്ട് ഉണ്ട്. ആ ഫസ്റ്റ് പാട്ട് പാടിയത് ലക്ഷ്മി ആയിരുന്നു റിയൽ ആയിട്ട്? അതെ. ആ ഒന്ന് പാടിക്കേ. 1 2 മൈക്ക് പിടിക്കേ. ധൈര്യമായിട്ട് പാടിക്കോ. എന്തെങ്കിലും പ്രശ്നം പറ്റിയോ നമുക്ക് ഓടാ ഇവിടുന്ന്. ശാപമേഹമേ നീ ഇരുകുലശേഖദൂതുമായി വാ, ഇരപരി കാളിതീത്തനത്തി പുതിയൊരു പ്രേമവശമായി. ഇത് ലാലേട്ടൻ കാണിക്കാത്തൊരു സീനാണ്. ഈ ഫോൺ വിളിച്ചിട്ട് ആൾക്കാരെ വഴക്ക് പറയാൻ പാടുണ്ടോ? ഞാൻ വെള്ളമടിച്ചിട്ട് നിൽക്കുമായിരുന്നു. വെള്ളം അടിച്ചിട്ട് നിന്ന് അവനെന്തും പറയാലോ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി നമ്മുടെ പെർഫോമൻസ്? ആദ്യം ആസ് യൂഷ്വൽ ലക്ഷ്മി തകർത്ത് സൂപ്പർ എക്സ്പ്രഷൻ, സൂപ്പർ പാടി. അതൊരു സത്യം പറഞ്ഞാൽ പേളി കറക്റ്റാ പറഞ്ഞത്. ലക്ഷ്മി കുട്ടി പാടുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് വന്നു. അതും ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രോങ് ക്ലാസിക്കൽ സോങ് അത് പാടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇടയ്ക്കിടയ്ക്ക് ലുക്ക് പോകുന്നത് കണ്ടത്. ലിപ്സിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവാണ്. മോളു നന്നായി ചെയ്യണ്ട. പിന്നെ ദക്ഷിത് ലാലേട്ടാ, ലവ് യു. ഓക്കെ, അപ്പൊ താങ്ക് യു. ഈ കേക്കിന്റെ നടുക്ക് ഞെട്ടുന്നതൊക്കെ വെക്കാം. എന്നാൽ നമുക്ക് ആ കേക്കിന്റെ നടുക്ക് ഒരു കുഴിപ്പാമ്പ് കയറ്റി വെച്ചാൽ. ഓ സൈനബാ അരകുള്ള സൈനബാ ഇളമാൻ കിടാവ് പോലെ വന്നു എന്തിനാണ് നീ. This is Eastern Katrumbu, Kurthakeda Unlimited, co-powered by Sumix Kidswear and Odisea. Classmates shoes and backpacks. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പക്ഷെ അതിനു വേണ്ടി അല്ല ഞാൻ പാടിയത്. നമ്മുടെ അടുത്തത് ഒരു സ്കിറ്റാണ്. ആ സ്കിറ്റില് ഹാപ്പി ബർത്ത്ഡേ ടു യു ആർക്കാണ്? ഒരു കുഞ്ഞു വാവ. ആ വാവ ഇസ് ഫ്രം കട്രുമ്പ് ഫാമിലി. അപ്പൊ ഒരു കട്രുമ്പിന്റെ ഒരു ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കേക്ക് ഒക്കെ തിന്നണ്ടേ? ഓക്കെ, അപ്പൊ സ്കിറ്റ്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി കിന്നരിപ്പം തലപ്പാട്. ഒന്നിനും ഒരു കുറവ് വരുന്നു. മുതലാളി അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട് ഞെട്ടണം. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. മനസ്സിലായല്ലോ? അതെ, ഈ വീടിന്റെ മുതലാളി ഉടനെ എത്തോ? പിന്നെ ഉടനെ എത്തും. അദ്ദേഹത്തിന്റെ മോളുടെ ബർത്ത്ഡേ അല്ലേ ഇവിടെ ആഘോഷിക്കുന്നത്. ഓക്കെ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഞാനല്ലേ ഏറ്റെടുക്കുന്നത്. എല്ലാം റെഡിയാവും. ഹലോ, എന്താ സാർ? ആ ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മുതലാളി ഇങ്ങ് എത്തുന്ന താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. മുതലാളിയുടെ ഭാര്യ വരുന്നുണ്ട്. നീ ഒന്ന് നോക്കിയും കണ്ട് നിക്കണം. ഭയങ്കര പൊങ്ങച്ചക്കാരിയാ. എടാ, പണ്ട് കീറപ്പായിൽ കിടന്നവളാ. ഇപ്പൊ അമേരിക്കയിൽ പോയി 10 കാശുണ്ടാക്കി കഴിഞ്ഞപ്പോ വലിയ മഹാറാണി എന്ന വിചാരം. അവരിങ്ങെത്തി കഴിഞ്ഞ അവരെ നീ പൊക്കി പറഞ്ഞേക്കണം. അല്ലെങ്കിൽ നിന്നെ അവര് പൊക്കും. അവരെന്നെ പൊക്കോ? കള്ളപ്പണി ചെയ്താണ്ടല്ലോ. നിന്നെ അവര് പൊക്കുമല്ല, പൊക്കിയെടുത്ത് നിലത്തടിക്കും. ചാരി മേരി രാജേശ്വരി
നേരു പറഞ്ഞാൽ പിണങ്ങല്ലേ ഒരു കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ ശാരി മേരി രാജേശ്വരി ശാരി മേരി രാജേശ്വരി. സണ്ണി പണിയൊക്കെ കഴിഞ്ഞു മണി. മണിയോ? അല്ല, പണി കഴിഞ്ഞെന്നാ പറഞ്ഞത്. ഓക്കെ ഇന്ന് എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്, അറിയാമല്ലോ. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്, എല്ലാ കാര്യങ്ങളും നന്നായിരിക്കണം. കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവന്റ് മാനേജ്മെന്റിനെ മേഡം. ഇവന്റെ മാനേജർ ആയാലും കൊള്ളാം, അവന്റെ മാനേജർ ആയാലും കൊള്ളാം. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. കുറവ് വന്നാൽ എന്റെ തനിക്കോണം ഞാൻ എടുക്കുവേ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, എന്റെ ഡാഡി മമ്മി ഇന്ന് വരുന്നുണ്ട്. ആര്? തങ്കപ്പയാണോ? ഇപ്പോഴും പുറത്തിറങ്ങും ഷർട്ട് ഇടുവോ? പണ്ട് കൂടുന്ന തിരുവനന്തപുരത്ത് വരെ പോയാലും ഒരു കയ്യിലേ ഒരു തോർത്തു മാത്രം. പിന്നെ ഇപ്പൊ പൈസ ആയപ്പോ ഉടുപ്പിടുവായിരിക്കും അല്ലേ? ജോണി, സണ്ണി, ക്ലോസ് യുവർ മൗത്ത്. ഇടയ്ക്കിടയ്ക്ക് ഡയാന രാജകുമാരിയാവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലുള്ള ചാളമേരി അതിന് സമ്മതിക്കുന്നില്ല. മിണ്ടാതിരി, മുതലാളി വരുന്നത്. പായുന്ന യാകാശം ഞാൻ, പായുന്ന യാകാശമീ ഞാൻ, കാലമൻ കാൽക്കൽ വീഴുന്നു, കോരിത്തരിക്കുന്നു ഭൂമി. താളത്തിൽ തകതക താളത്തിൽ ആഴത്തെ പരിമണൽ പാടുന്നു, അനുപദം അനുപദമണയുഗ വിജയപദം. സരി സദ സദ പദ പഗ പഗരി സാ. ബഹുമാനമൊക്കെ കുറച്ചു മതി. ആട്ടോ, എല്ലാരും ഇങ്ങ് വന്നേ. ഇതിരിക്കട്ടെ, ഇതും ഇരിക്കട്ടെ, എല്ലാവർക്കും ഇതിരിക്കട്ടെ. മുതലാളി, യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റിൽ കേറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇറങ്ങിയപ്പോൾ ഓർമ്മ വന്നത്, പേടിച്ച് സീറ്റിൽ പിടിച്ച് കണ്ണു അടച്ചങ്ങ് ഇരുന്നു ഞാൻ. എന്തോന്ന്? എന്താ പറഞ്ഞേ? എടാ, എന്റെ ഭാര്യയും മകളെയും വിളിക്കാൻ. കുഞ്ഞമ്മേ? അയ്യോ അല്ല, കൊച്ചമ്മേ. മുതലാളി വിളിക്കുന്നു. മൈ സ്വീറ്റ് ഡാർലിംഗ്. ഓഹോ, ഞാൻ ഓർക്കുന്നു, എന്റെ ഭാര്യയാണല്ലേ. ചിത്തിരമുത്തേ മറുമൊഴി ചൊല്ലണമുത്തേ, നെഞ്ചിനകത്തേ മറുമഴ പെയ്യണമുത്തേ. എവിടെ നമ്മുടെ മകൾ? പറയൂ ഡാർലിംഗ്. മുള്ളു, ഡാഡി വിളിക്കുന്നു. ഇതാണോ അമ്മ എന്റെ ഡാഡി? തമാശ. ഇവള് ജനിച്ചേന്റെ അന്ന് ഞാൻ പറഞ്ഞതാ. അതെന്താ, ഈ കൊച്ചു കിളിയായിട്ടാണോ ജനിച്ചത്? അയ്യോ, അതല്ല, അവള് ജനിച്ചതിന്റെ അന്ന് ഞാൻ അമേരിക്കക്ക് പറഞ്ഞതാ. പിന്നെ ഇപ്പോഴാ അവൾ എന്നെ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ നമുക്ക് ആഘോഷങ്ങളൊക്കെ അങ്ങ് തുടങ്ങാം. അപ്പൊ കേക്ക് മുറിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യൂ. അല്ല, ആഘോഷം കഴിഞ്ഞ് പോരെ? എന്ത്? അല്ല, തേക്ക് മുറിക്കുന്ന കാര്യം പറഞ്ഞു. അതിലാ ഞങ്ങൾ ടാർപ്പ് കെട്ടിയിരിക്കുന്നത്. അയ്യോ, വീണ്ടും തമാശ. ബർത്ത്ഡേക്കുള്ള കേക്ക് മുറിക്കുന്ന കാര്യ പറഞ്ഞത്. കേക്ക് റെഡിയായി ഇരിക്കുവല്ലേ? എടാ ജോണി, ആ കേക്ക് എടുത്തോണ്ട് വന്നേ. ഇനി ഈ കേക്കിന്റെ നടുവിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കണം. എന്താ പറഞ്ഞത്? മെഴുകുതിരി കത്തിച്ചു വെക്കണമെന്നോ? ഇത്ര കാശുകാരനായ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മെഴുകുതിരിയാണോ കത്തിച്ചു വെക്കുന്നത്? നമുക്ക് വളരെ പ്രത്യേക രീതിയിൽ ഈ കേക്കിന്റെ നടുക്കിൽ ഞെട്ടുന്നതെന്തൊക്കെ വെക്കാം. എന്നാൽ നമുക്ക് ആ കേക്കിന്റെ നടുക്ക് ഒരു കുഴിപ്പാമ്പ് കയറ്റി വെച്ചാലും നല്ല ഞെട്ടും. വീണ്ടും തമാശ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, കേക്ക് മുറിക്കുമ്പോ ചെറിയുള്ള ഭാഗം എനിക്ക് തരണം. ചെറുക്കാ കൂട്ടി കേക്ക് നല്ല രുചിയാ. ടേസ്റ്റ്. എന്നാ നമുക്ക് ആഘോഷം ആരംഭിക്കാം. മോളെ, കേക്ക് മുറിക്ക്. കുഞ്ഞുടുപ്പും കുപ്പിവളേ കിങ്ങിണിയും മണിയാ, ചെമ്പക കുമര കുമ്പിലേ തന്നാനം മയിൽ തന്നാനം, തന്നാനം പൊയിൽ തന്നാനം. ഈ ആഘോഷ രാവിലെ ഞാനൊരു കാര്യം പറയാം. ഇനി ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. സന്തോഷിച്ചാട്ടെ. അയ്യോ, നിങ്ങൾ എന്നെ തിരിച്ചു പോകുന്നില്ലേ? അമേരിക്കയിൽ പോയി സമ്പാദിക്കാനുള്ള എല്ലാം ഞാൻ സമ്പാദിച്ചു. ഇനി എനിക്ക് നാട്ടിൽ നിന്നും പ്രശസ്തനാകണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഓഹോ, അതെന്താ ഐഡിയ? മുതലാളി, നമുക്ക് സ്പോൺസർ ചെയ്യാം.
ചെയ്യാം. എത്ര വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. പ്ലീസ്, എനിക്ക് സ്പോൺസർ ചെയ്യാൻ കൊതിയാവുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനാഥാലയത്തിലും അഗതി മന്ദിരത്തിലും ആഹാരവും വസ്ത്രവും സ്പോൺസർ ചെയ്താലോ? അഗതി മന്ദിരോ വൃദ്ധസദനം എന്ന് കേൾക്കുന്നതേ എനിക്ക് എന്തോ പോലെ. സാറിന് പ്രശസ്തി വേണോ? പിന്നെ വേണം, ഒത്തിരി വേണം, ഒത്തിരി. എന്നാ വണ്ടി വിട് അഗതി മന്ദിരത്തിലോട്ട്. അമ്മ കിളി കൂടിയതിൽ നന്മ കിളി കൂടിയതിൽ ആരിരാരോ പാടും സ്നേഹമാ ആയിരം രാവുകൾ കൂട്ടായി നിൽക്കാം ഞാൻ അമ്മ കിളി കൂടിയതിൽ നന്മ കിളി കൂടിയതിൽ. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? ഇങ്ങതാ ഉമ്മ. അവിടെ ഇരിക്കട്ടെ ഒരു ഉമ്മ. എടാ ഫോട്ടോയിലെല്ലാം പതിനല്ലോ അല്ലേ? എല്ലാരും ഇങ്ങ വന്നേ, ഒന്നുകൂടെ എടുക്കൂ. എടുത്തോ, ഫോട്ടോ എടുത്തോ. ഓക്കെ. മുതലാളി, എല്ലാ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. എല്ലാ ഫോട്ടോയും കിട്ടിയില്ലോ? എന്നാ മാറി നിൽക്ക്, ഇങ്ങോട്ട് മാറി നിൽക്ക്. എടാ, ഈ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചാൽ എനിക്ക് പ്രശസ്തി കിട്ടുവോ? പിന്നെ കിട്ടും. അപ്പൊ ഇനി ആര് ചോദിച്ചാലും പറയണം ഇതെല്ലാം ഞാനാണ് മേടിച്ചു തന്നേന്ന്. എന്റെ പേര് പറയണം, കേട്ടല്ലോ? അപ്പൊ ഇവിടെ വണ്ടി വിട്, നമുക്ക് പോകാം. ടാറ്റ മോനെ, ടാറ്റ. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ നല്ല ആൾക്കാരുണ്ടല്ലോ. എനിക്കും ഇതേപോലത്തെ ഒരു മോനുണ്ടെങ്കിൽ എന്ന് ആശിച്ചു പോവുക ഞാൻ. അമ്മേ നീയൊരു ദേവാലയം നന്മകൾ പൂവിട്ടു പൂജിക്കുമാലയം ദേവാലയം. എന്താ അന്നാമേ കരയുന്നത്? നിനക്ക് ഈ സമ്മാനങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? 36 കൊല്ലം മുമ്പ് ദൈവം എനിക്ക് തന്ന സമ്മാനമാ ഇപ്പൊ ഇവിടെ നിന്ന് പോയത് എന്റെ മകൻ വർക്കിച്ചൻ. സമ്മാനം എന്റെ നെഞ്ചോട് ചേർക്കണോ അതോ തള്ളിക്കളയണോ? നിങ്ങൾ തന്നെ പറ. അമ്മ என்றழைக்காத உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே நேரில் நின்று பேசும் தெய்வம் பெற்றதாயன்றி வேறொன்று ஏது அம்மா என்றழைக்காத உயிரில்லையே അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലയേ. അമ്മ എന്ന രണ്ടക്ഷരം, അറിവിൻ്റെ, നിറവിൻ്റെ, സ്നേഹത്തിൻ്റെ ആ രണ്ടക്ഷരം അമ്മ. അമ്മയെ ജീവന് തുല്യം സ്നേഹിക്കാൻ പഠിക്കും. നല്ലൊരു മെസ്സേജും കൂടിയുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു അല്ലേ ചേച്ചി? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ അമ്മച്ചി ഈ ടൈറ്റാനിക് സ്റ്റൈലിലുണ്ടായിരുന്നു. അമ്മച്ചി ഒരു സ്റ്റോറി പറയുന്നു, അമ്മച്ചിന്റെ കൂടെ നടന്ന ഒരു അനുഭവം അല്ലേ. എന്നിട്ട് ഈ കള്ളത്തരായിരുന്നു അപ്പൊ ഇവര് കാണിച്ചത് അല്ലേ? അമ്മേനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഈ ദക്ഷിത്ത് ഈ പണക്കാരായിട്ട് ഒരു അഹങ്കാരമുള്ള ഒരാളായിട്ട് എനിക്ക് തീരെ ദഹിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ദർശിത് അഹങ്കാരായിട്ട് അഭിനയിച്ചത്? അഹങ്കാരായിട്ട് അഭിനയിച്ചത് സതീശങ്ങളും പിന്നെ അനുഭവങ്ങളും പിന്നെ ആ ചേട്ടനും സുനിൽ ചേട്ടൻ സുനിൽ ഡാൻസ് വിസ്മയ പഠിപ്പിച്ചു. നന്നായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു പുതിയ കുട്ടിയെ കണ്ടില്ലേ? യെസ്, നമ്മുടെ ആരാണ് ഈ പുതിയ കട്ടുറുമ്പ്? മൈനയാണോ മന്നയാണോ?
മന്നക്കുട്ടി ഹായ്. ഹായ്. ഗുഡ് ലക്ക്. ഗോഡ് ബ്ലെസ് ഓൾ ദ മാർക്സ്. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. मेरे दो नयन चोर नहीं सजन तुमसे ही खोया होगा काहे तुम्हारा मन जाने मन काटुरंबु कुरुतकेड अनलिमिटेड. You're watching Eastern Katrumbu, Kurthakeda Unlimited, co-powered by Sumix Kidswear and Odisea, Classmate Shoes and Backpacks. പ്രണയം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഐ ലവ് യു അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ കിട്ടും. പക്ഷേ ചില ആൾക്കാർക്ക് ചില പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്ന ആളെന്ന് വെച്ചാൽ അവരുടെ അച്ഛനും അവരുടെ ഫാമിലി ആയിരിക്കും. അവരുടെ ആ ഒരു മതിൽ ചാടിക്കടക്കാൻ പല വേഷങ്ങൾ അവർ ധരിക്കും. പക്ഷെ ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് തമ്മിൽ അടിയാണ്. അവർക്ക് എല്ലാവർക്കും ഒരേ പെൺകുട്ടീനെ ഇഷ്ടമാണ്. പല പല രൂപത്തിലും വേഷത്തിലും ആ പെൺകുട്ടിയെ കീഴടക്കാൻ വേണ്ടി അവർ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഓർഡർ അമ്മാവാ, ആളറിയാം. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടീന്ന് വിളിക്കണ്ട, മീനു, അത് മതി. മതി, അത് മതി. എനിക്കും അതാ ഇഷ്ടം, മീനു. കൊണ്ടുപോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോടേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല ഇതില്. താൻ പോയി നല്ല ചായ ഇട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കിയല്ലോ. പോയാനാ പറഞ്ഞത്. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസെ പ്യാർ കർത്താ ഹൂം. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ, പറയൂ, പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. മേ തുംസെ പ്യാർ കർത്തി ഹൂം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? ക്ലാസ് റൂം. എന്താ മാസ്റ്റർ? വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പോ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു, ഈ ചൂലിനോട് കടന്നു പോകാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ, എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞാൽ ജീവൻ പറഞ്ഞു ഞാൻ. അമ്മയോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ ശല്യങ്ങള്. സമ്മതിക്കില്ല അല്ലേ? കാണിച്ചു തരാടാ. എനിക്കത് കാണണ്ടാ. ക്രിസ്റ്റോ എന്താണ് ശ്രീനിയേട്ടന്റെ എല്ലാം അവളെ കൊണ്ട് കവിത എഴുതിപ്പിക്കുന്നു. അതെ അതെ. മീനൂട്ടി നന്നായിരുന്നു കേട്ടോ മോനെ. ബഹുത് അച്ഛാ താ. മൂന്നാളും നന്നായി നല്ല ഡബ് സ്മാഷ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇപ്പൊ എല്ലാം ഇവർക്ക് ഡബ് സ്മാഷ് എല്ലാം ഈസി. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. You're watching Eastern Katrumbu, Kurthakeda Unlimited, co-powered by Sumix Kidswear and Odisea, Classmate Shoes and Backpacks. ഈ സെഗ്മെന്റിൽ പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്ന ശ്രീഹരിയാണ്. ശ്രീഹരിനെ കുറിച്ച് നമുക്കറിയാം. ഫസ്റ്റ് വന്ന സമയത്ത് ശ്രീഹരിയും അമ്മയും കൂടെ പാടിയ പാട്ട്, നാമം ജപിച്ചത്, ഇതൊക്കെ ഭയങ്കര വൈറലായ പൂക്കൾ. കറക്റ്റ്. സോ ആ ഒരു പ്രൊഫൈൽ നമുക്കൊന്ന് കണ്ടേക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അധികം എല്ലാ കാര്യങ്ങളിലും ഒന്നും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല വളരെ. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യും. ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ അന്നിപ്പോൾ 5-6 മാസം കൊണ്ട് ഒരുപാട് മാറ്റം മോനിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീഹരിയും ശ്രീഹരിയുടെ സിസ്റ്ററും വന്നിട്ടുണ്ട്, ശ്രീ ലക്ഷ്മി. സോ വെൽക്കം ബോത്ത് ഓഫ് യു. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. ഹായ്. ഇതാരാ ഇത്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ ആക്ച്വലി കുട്ടിപ്പട്ടുമാൻ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെ വന്നതാണ്. ഓക്കെ. എന്നിട്ട് പിന്നെ സീ തമിഴ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പോയി, പിന്നെ അവിടെ പെർഫോം ചെയ്ത് ഇപ്പൊ കട്ടുറുമ്പിൽ എത്തി നിൽക്കാം. പിന്നെ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട്. ഓക്കെ. അപ്പൊ ശ്രീഹരിയും ശ്രീലക്ഷ്മിയും കൂടെ ഒരുമിച്ച് നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ്, ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. സോ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഓ സൈനബ. ഓ സൈനബ. റിയലി? ഒന്ന് അവിടെ നോക്കിയിട്ട് പറഞ്ഞ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഓ സൈനബ. യെസ്. ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലിവൻ എന്തിനാണ് നീ? ഓ സൈനബ അഴകുള്ള സൈനബ അറിയാതെ എന്റെ ജീവൻ
എന്നെ സംബന്ധിച്ച് ഇതാണ് ഒരു ഫാമിലി റൗണ്ട്, യുനോ. ഒരു സീരിയസ്ലി ഒരു ഇതാണ് ചേച്ചിയും അനിയനും. 100% നമ്മളുടെ കട്ട്റൂമിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ, ഫാമിലിന്റെ 100% പാർട്ടിസിപ്പേഷൻ. ഇതാണ് ഒരു നമ്മളെ യുനോ. അല്ലാതെ ഇതിലൊരു നല്ലൊരു മീൻസ് യുനോ ശ്രീഹരിനെ നന്നായിട്ട് നിങ്ങളെല്ലാവരും എൻകറേജ് ചെയ്യേണ്ടതെന്ന് കാണുന്നുണ്ട്. ശ്രീഹരിയുടെ മമ്മിയും ഡാഡി എവിടെ? അമ്മ ഓടിപ്പോയി വിളിച്ചിട്ട് ഓടിപ്പോയി വിളിച്ചു. അമ്മ വിളിക്ക്. ശ്രീഹരി വലിക്കുന്നുണ്ട്, അച്ഛൻ അനങ്ങിയിട്ട് കൂടി ഇല്ല അവിടെ. ശ്രീഹരിയുടെ അമ്മേനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ശ്രീഹരിയുടെ സിസ്റ്ററിനെ മീറ്റ് ചെയ്തത്. ശ്രീഹരിയുടെ അച്ഛൻ ആദ്യമായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സോ സാറിന്റെ പേരെന്താണ്? എന്റെ പേര് പ്രദീപ്. പ്രദീപ്. ഓക്കെ, അപ്പം സാറും പാട്ടൊക്കെ പാടുമായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി. ഞാന് പാട്ട് എഴുത്തിലാണ് കൂടുതൽ. അതുക്കും മേലെ ഇവിടെ എഴുതി എഴുതി കൊടുക്കുന്നു, അപ്പൊ ഈ പാടിക്കൊണ്ടിരിക്കുന്നു. കമ്പോസ് ചെയ്യുന്നത് ആരാണ്? ശ്രീഹരിയാണോ? ശ്രീഹരി അച്ഛൻ എഴുതിയ പാട്ട് ഏതെങ്കിലും അറിയോ? അറിയാം. ഏതാ? പാടിക്ക് രണ്ടുപേരി. 1 2 3. ഇത് അച്ഛനാണ് എഴുതിയത്. അച്ഛാ നിങ്ങളാണ് അത് എഴുതിയത്, എനിക്ക് അറിയില്ലായിരുന്നു. നമിച്ചു ജാനേമൻ ജാനേമൻ. ഓക്കെ ശ്രീഹരി, അപ്പൊ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ജാനമൻ. അമ്മ പറഞ്ഞു ജാനമൻ പാടാമെന്ന്. ഓക്കെ, അപ്പം are you guys ready? അപ്പൊ all the best. जन्मन जन्मन चूचू लेके गए देखो मेरा मन जन्मन 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 मेरे दो नयन चोर नहीं सजन तुमसे ही खोया होगा काहे तुम्हारा मन जाने मन जाने मन जाने मन जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन जाने मन जाने मन मेरे दो नयन चोर नहीं सजन तुमसे ही खोया होगा काहे तुम्हारा मन जाने मन जाने मन जाने मन संग चले मेरे मारे आगे पीछे फेरे समझो मैं तेरी राधे होश तेरा गए तो हर दिन जब देखो करती जूते वाली संग संग चले मेरे मारे आगे पीछे फेरे समझो मैं तेरी राधे होश तेरा गए तो हर दिन जब देखो करती जूते वाली जाने दीवानी दिखाओ कभी तो कभी न कहीं बादली बरसेंगे चिढ़ेंगे कभी न तुम्हें शरबत लाडो हमें कब तक हम तरसेंगे ऐसे घबराओ नहीं कभी तो कभी न कहीं बादली बरसेंगे क्या करेंगे बरस के जब मुरझाएगा इशारा जबन performance.
I think Sri Lakshmi was doing a brilliant job. Sri Lakshmi Mother. അമ്മ രണ്ടുപേരും. അച്ഛൻ കുറച്ചിങ്ങനെ മറ്റേ നിങ്ങൾ പാടിക്കോ, ഞാൻ വേണമെങ്കിൽ പാടുന്ന പോലെ ഒന്നും വേണമെങ്കിൽ അഭിനയിക്കാന്നൊക്കെ അച്ഛൻ സൈഡിൽ നിന്നിട്ട്. ശ്രീഹരി ആദ്യം വന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ വന്നിട്ട് നാമം ജപിച്ചതും. കുഞ്ഞു വാവ. അതെ, കുഞ്ഞു ഭാവിയായിരുന്നു. എവിടെ നിക്കണം, എങ്ങനെ നോക്കണം, ഇപ്പൊ കറക്റ്റ് ക്യാമറനെ ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അവന്റെ ഇപ്പൊ ഇത്രയും ഒരുപാട് കഥാപാത്രങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഇതായിരുന്നു നമ്മുടെ മിന്നാരത്തിലെ ഒരു ബ്രാൻഡ്, പിന്നെ ഉണ്ണിക്കുട്ടൻ യോധേലെ, പിന്നെ തച്ചോളി വർഗീസ് കിറ്റില് ഒരു അടിപൊളി പെർഫോമൻസ്, പിന്നെ നമ്മുടെ മരണ വീട്ടില് മറ്റേ വെറുതെ ചാരി നിൽക്കുന്ന ആളായിട്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവനോടും വലിയ വലിയ ക്യാരക്ടേഴ്സ് കുറേ ഡയലോഗ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ആണ്. ഐ തിങ്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ. ശ്രീഹരിയാണ് വരാൻ പോകുന്നത്. ഓർമ്മയുണ്ടോ? ഹരി ഹരി അമ്പട്ടൻ പൂക്കൾ പൂക്കൾ ശ്രീഹരി കുട്ടീനെ ഈസ്റ്റേൺ സ്പോൺസർ ചെയ്യുന്ന ഒരു കിഡിലൻ സൈക്കിൾ, ലെറ്റ്സ് ബ്രിങ് ഇറ്റ് ഓൺ. അത് കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സൂരജ് കട്ടറുമ്പ് സ്പോൺസർ ചെയ്ത് അവനാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കണേ. ഷൂട്ട് കഴിഞ്ഞ് അവൻ ഇവിടെയാണ് പായ വിരിച്ചു കിടന്ന് ഉറങ്ങുന്നത്. എക്സ്ക്യൂസ് മീ ശ്രീഹരി, നിന്റെ സൈക്കിളാടാ, അടിപൊളിയല്ലേ? നിനക്ക് കാലെത്തും നോക്കിയേ. എന്തായാലും ഈസ്റ്റേൺ കട്ടറുമ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഫുൾ ഫാമിലി ശ്രീഹരിയുടെ ഇന്ന് പെർഫോം ചെയ്തു. ശ്രീഹരിയുടെ ഫാദറിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഹിസ് അമ്മേനെ എപ്പോഴും നമുക്ക് സ്ഥിരം ഒരു എന്താ പറയുക, കട്ടറുമ്പ് ഫാമിലിയിലെ ഒരാളാണ് എപ്പോഴും ഇവിടെ ഷൂട്ടിന്റെ സമയത്ത്. പക്ഷേ ശ്രീലക്ഷ്മി പുതിയൊരാളായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇനിയും വരിക, ഇനിയും പെർഫോം ചെയ്യാം. എന്തായാലും ശ്രീഹരി ഓക്കെ, അവിടെ ടാറ്റ പറ. ടാറ്റാ. ടാറ്റാ.